ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നത്തെ ദിവസം ക്രാമേഴ്സ് ഡ്രൈവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്രാമേഴ്സ് ഡ്രൈവിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺവെൻഷണൽ ക്രാമേഴ്സ് ഡ്രൈവ് ആൻഡ് സ്റ്റാറ്റിക് ക്രാമേഴ്സ് ഡ്രൈവ്. നമ്മൾ ആദ്യം കൺവെൻഷണൽ ക്രാമേഴ്സ് ഡ്രൈവ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് കൺവെൻഷണൽ ക്രാമേഴ്സ് ഡ്രൈവിൻ്റെ ഡയഗ്രാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ലിപ്പ് ഓർ റിക്കവറി സ്കീംസ് എന്ന് പറയുന്നത് നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ അല്ലെങ്കിൽ മൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മറ്റൊരു പേരാണ് മൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ. അപ്പോഴത്തേക്ക് ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ സ്ലിപ്പ് ഓർ റിക്കവറി സ്കീംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറുണ്ട്. അതേ കണക്ക് തന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറുണ്ട്. ഇത് രണ്ടും തമ്മിൽ മെക്കാനിക്കലി കപ്പിൾഡ് ആണ്. മെക്കാനിക്കലി കപ്പിൾഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഗിയർ സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കപ്ലിംഗ് ആവാം. ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്ലിപ്പ് റിംഗ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ 3 ഫേസ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇൻപുട്ട് സപ്ലൈ, സ്റ്റേറ്ററിലുള്ള ഇൻപുട്ട് 3 ഫേസ് സപ്ലൈ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ റോട്ടറി കൺവേർട്ടർ ഉണ്ട്. റോട്ടറി കൺവേർട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു 2 മെഷീൻ തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. 2 മെഷീൻ എന്ന് പറയുന്നത് ഒരു AC മെഷീനും ഒരു DC ജനറേറ്ററും. AC മെഷീൻ എന്ന് പറയുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ തന്നെയായിരിക്കും. ആ ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്യാനുള്ള സപ്ലൈ നമുക്ക് ഈ സ്ലിപ്പ് റിംഗ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആദ്യം ഈ റോട്ടറി കൺവേർട്ടർ എന്ന് പറയുന്നത് 2 മെഷീൻസ് കപ്പിൾ ചെയ്തേക്കണം. ആദ്യം ഇവിടെ ഇൻഡക്ഷൻ മോട്ടർ, ആ ഇൻഡക്ഷൻ മോട്ടർ മെക്കാനിക്കലി കപ്പിൾ ടു എ DC ജനറേറ്റർ ആയിരിക്കും. ഓക്കെ, ആ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്ററിൽ കിട്ടുന്നത്. ആ DC ജനറേറ്ററിൻ്റെ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫീൽഡ് വൈൻഡിങ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാണിച്ചിരിക്കുന്ന സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും ഈ DC മോട്ടറും തമ്മിൽ മെക്കാനിക്കൽ കപ്ലിംഗ് ഉണ്ട്. എന്നാൽ ഈ സിസ്റ്റവും ഈ കാണിച്ചിരിക്കുന്ന റോട്ടറി കൺവേർട്ടറും തമ്മിൽ മെക്കാനിക്കൽ കപ്ലിംഗ് ഇല്ല. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ യൂസ് ചെയ്യും. അത് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടില്ല. ആക്ച്വലി ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെയുള്ള റെസിസ്റ്റൻസ് കൂട്ടണം. അപ്പം റെസിസ്റ്റൻസ് കൂട്ടാനായിട്ട് നമ്മളിവിടെ ഒരു എക്സ്റ്റേണലായിട്ടൊരു റോട്ടർ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ എക്സ്റ്റേണലായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് അതായിരിക്കും കണക്ഷനിൽ വരുന്നത്, സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രം. സ്റ്റാർട്ടിങ്ങിന് ശേഷം അത് നമ്മൾ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. ബിക്കോസ് വി ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് അറ്റ് വെരി ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഇൻ ഓർഡർ ടു ഗെറ്റ് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക്. നിങ്ങളത് ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ നമ്മളിവിടെ ഒരു സ്വിച്ചിങ് അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സ്ലിപ്പ് റിംഗ്സിൽ. സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ആ സ്വിച്ച് റോട്ടർ റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്യും. വൺസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ച് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന റോട്ടറി കൺവേർട്ടറിലോട്ടുള്ള കണക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തുള്ള കണക്ഷൻ ഇവിടെ കാണിച്ചിട്ടില്ല. Let's see how can we control the speed of this slip ring induction motor by slip or recovery scheme, അല്ലെങ്കിൽ by using this Cramer's system. സോ നമ്മളിവിടെ ആക്ച്വലി ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കാണിച്ചിരിക്കുന്ന DC മോട്ടറിൻ്റെ ഫീൽഡ് റെഗുലേറ്റർ, അതായത് ഫീൽഡ് വൈൻഡിങ്ങിലെ ഫീൽഡ് കറണ്ടിനെ വേരി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു റിയോസ്റ്റാറ്റിനെയാണ് നമ്മൾ ഫീൽഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഈ ഫീൽഡ് റെഗുലേറ്റർ വേരി ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്യുന്നത്. ഹൗ അല്ലെങ്കിൽ how is it possible to change the speed of slip ring induction motor by changing the value അല്ലെങ്കിൽ by varying this field regulator എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, അതായത് ക്രാമേഴ്സ് ഡ്രൈവിൻ്റെ പ്രൊസീജിയർ. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ റോട്ടറുമായിട്ട്, അതായത് ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടറിൽ നിന്ന് കണക്ഷൻസ് പുറത്തോട്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്ലിപ്പ് റിംഗ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലിപ്പ് റിങ്ങിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന ഈ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ ഇവിടെ നിന്ന് നേരെ എടുത്തുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന റോട്ടറി കൺവേർട്ടർ, ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞു, റോട്ടറി കൺവേർട്ടറിൽ ഇവിടെ ആദ്യം വരുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോഴത്തേക്ക്
ഇവിടെ നമ്മുടെ ഏത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡാണോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, ആ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്ലിപ്പ് റിംഗ്സ്, അതായത് അതിൻ്റെ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ ഡയറക്റ്റ്ലി ഇവിടുത്തെ ഈ കാണിച്ചിരിക്കുന്ന റോട്ടറി കൺവെർട്ടറിൻ്റെ സ്ലിപ്പ് റിംഗ്സുമായിട്ട് കപ്പിൾഡ് ആയിരിക്കും. റോട്ടറി കൺവെർട്ടർ എന്ന് പറയുന്നതിൽ ആദ്യം ഒരു ഇൻഡക്ഷൻ മോട്ടറാണ് വരുന്നത്, അതിനുശേഷം ഒരു DC ജനറേറ്ററാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ആ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ. ഇത് ആ DC ജനറേറ്ററിൻ്റെ കമ്മ്യൂട്ടേറ്ററാണ്. അപ്പോൾ ആ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ കമ്മ്യൂട്ടേറ്ററിൽ കിട്ടുന്നത്. അപ്പോൾ ഇൻഎഫക്റ്റീവിടെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഈ കാണിച്ചിരിക്കുന്ന സ്ലിപ്പ് റിംഗ്സിൽ, അതായത് ഈ കാണിച്ചിരിക്കുന്ന സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഡയറക്റ്റ്ലി ഇവിടുത്തെ റോട്ടറി കൺവെർട്ടറിൻ്റെ AC മെഷീൻ്റെ ഇൻപുട്ടിൽ വരും. ഇൻഡയറക്റ്റ്ലി എനിക്ക് അത് ഇവിടുത്തെ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടായ കമ്മ്യൂട്ടേറ്ററിലും കിട്ടും. ഈ DC ജനറേറ്ററിൻ്റെ ഈ കമ്മ്യൂട്ടേറ്ററിൽ വരുന്ന ഈ DC സപ്ലൈ ആയിരിക്കും നമ്മൾ ഈ DC മോട്ടറിലോട്ട് റണ്ണിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന DC കണക്ഷൻ. അതായത് ഈ കാണിച്ചിരിക്കുന്ന DC മോട്ടറിൻ്റെ ആർമേച്ചറിലോട്ട് വേണ്ട DC സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ റോട്ടറി കൺവെർട്ടറിലെ DC ജനറേറ്ററിൻ്റെ കമ്മ്യൂട്ടേറ്ററിൽ നിന്നായിരിക്കും. ഒൺസ് ഈ DC മോട്ടർ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് ബാക്ക് EMF കൺസെപ്റ്റ് ഇൻ DC മോട്ടർ. അതിൻ്റെ ആർമേച്ചർ വൈൻഡിങ്ങിൽ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആർമേച്ചർ വൈൻഡിങ്ങിൽ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന DC മോട്ടറിൻ്റെ കമ്മ്യൂട്ടേറ്ററിൽ ഇവിടുത്തെ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ബാക്ക് EMFും വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഈ റോട്ടറി കൺവെർട്ടറിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന DC സപ്ലൈയും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഈ കമ്മ്യൂട്ടേറ്റർ, അതായത് ഈ രണ്ട് കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റേഴ്സിലും വരുന്ന മൊത്തത്തിലുള്ള റിസൾട്ടൻ്റ് EMF എന്ന് പറയുന്നത് ഈ റോട്ടറി കൺവെർട്ടറിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ DC ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന DC സപ്ലൈയും അതേ കണക്ക് തന്നെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ബാക്ക് EMFൻ്റെ ആ ബാക്ക് EMF എന്നുള്ള DC സപ്ലൈയുടെയും കൂടെ ബാക്ക് EMF എന്നുള്ള DC പവറിൻ്റെയും കൂടെ നെറ്റായിട്ടുള്ള EMF ആയിരിക്കും നിങ്ങൾക്കിവിടെ വരുന്നത്. സോറി, നെറ്റായിട്ടുള്ള പവറല്ല, നെറ്റായിട്ടുള്ള EMF. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്ററിൽ വരുന്ന, അതായത് ഈ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ ആണെങ്കിലും ഈ കമ്മ്യൂട്ടേറ്റർ ആണെങ്കിലും ഇത് രണ്ടും ഫിസിക്കലി കണക്റ്റഡ് ആണ്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് EMF എന്ന് പറയുന്നത് ഈ DC മോട്ടറിലെ ആർമേച്ചർ വൈൻഡിങ്ങിൽ വരുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് EMFും അതേ കണക്ക് തന്നെ ഈ റോട്ടറി കൺവെർട്ടറിൻ്റെ DC ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന EMFും, ഈ രണ്ട് EMFസിൻ്റെ റിസൾട്ടൻ്റ് EMF ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന സ്പ്ലിറ്റ് റിംഗ്സിൽ കിട്ടുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്ലിപ്പ് പവർ റിക്കവറി സ്കീം എക്സ്പ്ലെയിൻ ചെയ്ത സ്ലിപ്പ് പവർ റിക്കവറി സ്കീമിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു സ്ലിപ്പ് പവറിനെ റിക്കവർ ചെയ്യാനായിട്ട് ഞാനൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുമെന്ന്. അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൺവെൻഷണൽ ക്രാമേഴ്സ് ഡ്രൈവിൽ ഈ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ റിസൾട്ടൻ്റ് EMF ആണ്. സോ നിങ്ങൾ റിസൾട്ടൻ്റ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ കാണിച്ചിരിക്കുന്ന വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്ന റിസൾട്ടൻ്റ് EMF ആണ്. സോ നിങ്ങളിവിടെ ഈ റിസൾട്ടൻ്റ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇവിടുത്തെ റിസൾട്ടൻ്റ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി ആ സ്ലിപ്പ് പവർ റിക്കവറി അറ്റൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ വോൾട്ടേജ് സോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് കൺട്രോളും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ ഈ ഫീൽഡ് റെഗുലേറ്റർ ചേഞ്ച് ചെയ്യുവാണ്. ഫീൽഡ് റെഗുലേറ്റർ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ DC മോട്ടറിൻ്റെ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് EMFൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാകത്തില്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ബാക്ക് EMFൻ്റെ റിലേഷൻ EB = 5PN/60A. അതിൽ നിങ്ങൾ ഈ ഫീൽഡ് റെഗുലേറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ ഫൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ഫൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ DC മോട്ടറിൻ്റെ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് EMFൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാകും. ഹെൻസ് ഇവിടുത്തെ റിസൾട്ടൻ്റ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വരും.
ഇവിടുത്തെ റിസൾട്ടൻറ്റ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വരും. അതിൻ്റെ കാരണം ക്ലിയർ ആണ്. ഈ റെഗുലേറ്റർ നിങ്ങൾ വേരി ചെയ്തു. സോ ഈ റെഗുലേറ്റർ വേരി ചെയ്യുമ്പോൾ ഇവിടുത്തെ ബാക്ക് ഇ എം എഫ് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സപ്ലൈ, അതാണ് നമുക്ക് ഈ കമ്മ്യൂട്ടേറ്ററിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വരുന്ന ഈ റിസൾട്ടൻറ്റ് ഇ എം എഫ്, ബാക്ക് ഇ എം എഫിൻ്റെയും അതേ കണക്കിന് ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈ ഇ എം എഫ്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻറ്റ് ഇ എം എഫ് നിങ്ങളിവിടെ നോക്കുമ്പോൾ പ്രീവിയസ് കണ്ടീഷനെ വെച്ച് നോക്കുമ്പം ഈ ഫീൽഡ് റെഗുലേറ്റർ നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പം ആ റിസൾട്ടൻറ്റ് ഇ എം എഫിൽ ചേഞ്ച് വരും. ഹെൻസ് ഈ റിസൾട്ടൻറ്റ് ഇ എം എഫിൽ ചേഞ്ച് വന്നത് കാരണം ഡെഫിനറ്റ്ലി അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടുത്തെ ഈ കാണിച്ചിരിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്ലിപ്പ് റിങ്ങിൽ ഉള്ള വോൾട്ടേജിലും ഉണ്ടാവും. ഈ സ്ലിപ്പ് റിങ്ങിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ്. ഈ റോട്ടറി കൺവെർട്ടറിൽ ഇവിടെയും ഒരു ഇൻഡക്ഷൻ മോട്ടറില്ലേ, അപ്പോഴത്തേക്ക് ഈ റിസൾട്ടൻറ്റ് ഇ എം എഫ് ഈ റോട്ടറി കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ, അതായത് ഈ റോട്ടറി കൺവെർട്ടർ എന്ന് പറയുന്നത് ഒരു കാസ്കേഡ് കണക്ഷൻ ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ആ റോട്ടറി കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിലാണ് വരുന്നത്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ കമ്മ്യൂട്ടേറ്ററിൽ വരുന്ന റിസൾട്ടൻറ്റ് ഇ എം എഫിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ചേഞ്ച് നമ്മുടെ ഈ സ്ലിപ്പ് റിങ്സിലും റിഫ്ലക്റ്റ് ചെയ്യും. ഈ സ്ലിപ്പ് റിങ്ങിലുള്ള കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്ലിപ്പ് റിങ്സിൽ നിന്നാണ്. സോ ഡെഫിനറ്റ്ലി ഇതിൽ ഇൻഡ്യൂസ് ചെയ്ത SE2 അല്ലെങ്കിൽ ഇവിടുത്തെ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത SE2 എന്നുള്ള വാല്യൂവിലും ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ദ ചേഞ്ച് ഈസ് ഇൻ ദ വാല്യൂ ഓഫ് സ്ലിപ്പ്. അപ്പോൾ സ്ലിപ്പിൽ ചേഞ്ച് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണിച്ചിരിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിൽ എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും? ചേഞ്ച് അറ്റൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ടെക്നിക്കിലൊക്കെ നമ്മൾ സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ സ്ലിപ്പ് പവർ എന്ന് പറയുന്നത് അവിടുത്തെ റോട്ടറിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന റെസിസ്റ്റൻസിൽ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. വേറസ് ഇവിടെ അതല്ല ശരിക്കും സംഭവിക്കുന്നത്. ഇവിടെ നമ്മളത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് അതിൽ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ഒന്നും ചെയ്തല്ല പോകുന്നത്. പകരം നമ്മൾ ഈ സ്ലിപ്പ് റിങ്ങിൽ അല്ലെങ്കിൽ നമ്മളിവിടെ ഈ വന്നിട്ടുള്ള ഈ സ്ലിപ്പ് പവർ എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മളൊരു ഡി സി മോട്ടറിനെ ഫീഡ് ചെയ്യുവാണ്. ആ ഡി സി മോട്ടർ നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട ഇൻഡക്ഷൻ മോട്ടറും തമ്മിൽ മെക്കാനിക്കലി കപ്പിൾഡ് ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഡി സി മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡി സി മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടോർക്കിനെ എയ്ഡ് ചെയ്യും. So it will be adding on to the developed torque of slip ring induction motor. The torque produced by a DC motor will be adding on the torque, അല്ലെങ്കിൽ adding on the torque of main motor. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബാക്കി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോളിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ റോട്ടറി കൺവെർട്ടർ ഉണ്ട്. റോട്ടറി കൺവെർട്ടറിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ ഉള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ എന്തിനാണ് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഫീൽഡ് വൈൻഡിങ് എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അനദർ മേജർ പോയിന്റ് വിച്ച് ഓൾ ഓഫ് യു മസ്റ്റ് നോ ഈസ്, ഇത് വെച്ചിട്ട് വി വിൽ ബി ഏബിൾ ടു അച്ചീവ് ഓൺലി സ്പീഡ് കൺട്രോൾ ബിലോ സിങ്ക്രോണസ് സ്പീഡ്. ബിലോ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സബ് സിങ്ക്രോണസ് സ്പീഡിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന കൺവെൻഷണൽ ക്രാമേഴ്സ് സിസ്റ്റം വെച്ചിട്ട് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വി വിൽ ലേൺ അബൌട്ട് സ്റ്റാറ്റിക് ക്രാമേഴ്സ് സിസ്റ്റം. കൺവെൻഷണൽ ക്രാമേഴ്സ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സ്റ്റാറ്റിക് ക്രാമേഴ്സ് സിസ്റ്റം വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു റോട്ടറി കൺവെർട്ടർ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ അഡ്വെൻറ്റ് ഓഫ് പവർ ഇലക്ട്രോണിക്സ് ഉള്ളത് കാരണം നമുക്ക് അവിടെ റോട്ടറി കൺവേർട്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യണ്ട. സോ നമുക്ക് സിസ്റ്റം മോർ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ മോട്ടർ. ഈ മോട്ടറിൻ്റെ സ്പീഡാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നേരത്തെ കാണിച്ചത് കണക്കാൻ ഇവിടെ ഒരു DC മോട്ടറുണ്ട്.
ഈ ഡി സി മോട്ടറും നമ്മുടെ മെയിൻ മോട്ടറും തമ്മിൽ മെക്കാനിക്കൽ കപ്ലിംഗ് ഉണ്ട്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യും. ആ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് നമുക്ക് ഏത് തൈറിസ്റ്റേറ്റ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡയോഡ്സ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ഡയോഡ് വെച്ചിട്ടാണ് ബ്രിഡ്ജ് റെക്ടിഫയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡക്ടർ ഉണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഡി സിനെ പ്യൂർ ഡി സി ആക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ആ പ്യൂർ ഡി സി സപ്ലൈ ആയിരിക്കും നമ്മൾ ഡി സി മോട്ടറിൻ്റെ ആർമേച്ചറിൽ ഫീഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡി സി മോട്ടറിൻ്റെ ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഫീൽഡ് കറണ്ടിനെ വേരി ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫീൽഡ്, ഇതും ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടറാണ്. അപ്പോൾ ആ ഫീൽഡ് കറണ്ട് വേരി ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ എനിക്ക് ഈ മെയിൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി ഈ കാണിച്ചിരിക്കുന്ന സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടറിൻ്റെ ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫീൽഡ് കറണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി ഈ കാണിച്ചിരിക്കുന്ന ഡി സി മോട്ടറിൻ്റെ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെയർ ബൈ സ്ലിപ്പ് റിക്കവറി സ്കീമിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്കിവിടെ സ്പീഡ് കൺട്രോൾ ഓഫ് ദിസ് മെയിൻ മോട്ടർ ക്യാൻ ബി ഈസിലി അച്ചീവ്ഡ്. നമുക്ക് കുറേ കൂടെ സ്പീഡ് വേരിയേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ ബ്രിഡ്ജ് റെക്ടിഫയർ, ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ തൈറിസ്റ്റർ ബ്രിഡ്ജ് റെക്ടിഫയർ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ആ തൈറിസ്റ്ററിൻ്റെ ഫയറിംഗ് ആംഗിൾ നിങ്ങൾക്ക് വേരി ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഫയറിംഗ് ആംഗിൾ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഡി സി വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് മോർ സ്പീഡ് വേരിയേഷൻസ് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മളിവിടെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുകയാണെങ്കിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് തൈറിസ്റ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. നമുക്ക് ആദ്യം ഡയോഡ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന എക്സ് ആക്സിസിൽ സ്പീഡാണ്. വി ആർ ചേഞ്ചിങ് സ്പീഡ് ഫ്രം 0 സ്പീഡ് ടു സിങ്ക്രോണസ് സ്പീഡ്. VD1 എന്ന് പറയുന്നത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് VD1. VD2 എന്ന് പറയുന്നത് ഇവിടുത്തെ ബാക്ക് ഇ എം എഫ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, ഈ കാണിച്ചിരിക്കുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ലിപ്പ് റിങ്സിൽ നിന്നായിരിക്കും. അപ്പോൾ സ്ലിപ്പ് റിങ്സിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ റിലേഷൻ നിങ്ങൾക്കറിയാം, SE2. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന AC സപ്ലൈ. ഈ VD1 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന DC സപ്ലൈ. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇൻപുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുവാണെങ്കിൽ ഔട്ട്പുട്ടിൽ, ആ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന മാഗ്നിറ്റ്യൂഡും നിങ്ങൾക്ക് കുറയും അല്ലേ. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ സ്പീഡ് കൂടുവാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൽ വരുന്ന SE2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും, എസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും, സ്പീഡ് കൂടുമ്പോൾ 0യിൽ നിന്ന് സിങ്ക്രോണസ് സ്പീഡിലോട്ട് പോകുന്നതിനനുസരിച്ച് എസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. എസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ച് SE2ൻ്റെ മാഗ്നിറ്റ്യൂഡും കുറയും. SE2ൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള മാഗ്നിറ്റ്യൂഡ് VD1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും, കുറയും. സോ അതാണ് ഇവിടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് VD1ൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരുവാണ്. VD2 എന്ന് പറയുന്നത് അവിടുത്തെ DC മോട്ടറിൻ്റെ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ VD2 ഞാനിവിടെ ആ ഫീൽഡ് റെഗുലേറ്റർ 2 വാല്യൂസ് ഓഫ് ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ VD2 കാണിക്കുവാണ്. ഓക്കെ, ഫോർ ദ ഫീൽഡ് കറണ്ട് IF1 ആൻഡ് ഫോർ ദ ഫീൽഡ് കറണ്ട് IF2. സോ ലെറ്റ്സ് സീ വിത്ത് ദ കേസ് ഓഫ് IF1. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ സ്പീഡ് കൂട്ടുവാണ്. നിങ്ങൾക്കറിയാം ബാക്ക് ഇ എം എഫിൻ്റെ റിലേഷൻ 5PNZ/60A. അപ്പോൾ IF1 എന്ന് പറയുന്ന ആ ഫീൽഡ് കറണ്ട് ഞാൻ ഫിക്സഡ് ആക്കി വെച്ചാൽ ഫൈൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. സോ ദെയർ ആഫ്റ്റർ നിങ്ങൾ സ്പീഡ് കൂട്ടുവാണെങ്കിൽ ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ
5p/60a വാല്യൂ എന്ത് ചെയ്യും, അതും കൂടും. കാര്യം എന്ന് പറഞ്ഞാൽ വാക്യൂം ഓഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ VD2ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ കിട്ടുന്നത്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ VD1ഉം VD2ഉം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ഉണ്ട്. രണ്ടും 2 കണ്ടീഷനിലാണ്, അറ്റ് ഫീൽഡ് കറണ്ട് IF1 ആൻഡ് അറ്റ് ഫീൽഡ് കറണ്ട് IF2. ഈ കാണിച്ചിരിക്കുന്ന പോയിൻറ്റ്സിന് നമ്മൾ എയും ബി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എയും ബി എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നതായിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അറ്റ് IF1, ബി എന്ന് പറയുന്നതായിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അറ്റ് IF2. ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഈ കാണിച്ചിരിക്കുന്ന കേസിൽ നിങ്ങളിവിടെ നോക്കുമ്പോൾ എനിക്ക് IF1 അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് വേരി ചെയ്യുമ്പോൾ VD2ൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. VD1ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് റിമെയിൻസ് ദ സെയിം അല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ ഞാനവിടെ യൂസ് ചെയ്യുന്ന ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. വേറസ് ഞാൻ തൈറിസ്റ്റർ ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ VD1ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി, ആ തൈറിസ്റ്റർ ബ്രിഡ്ജ് റെക്ടിഫയറിലുള്ള തൈറിസ്റ്റേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫയറിംഗ് ആംഗിൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ആൾറെഡി ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു തൈറിസ്റ്റർ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ കേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് 2Vm/π cos ആൽഫ ആയിരിക്കും. അതിൽ ആൽഫ = 0 ആയിരിക്കുന്ന സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്. ഓക്കെ, 2Vm/π cos ആൽഫ, ആൽഫ 0 ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻ 2Vm/π എന്നാണ്. അതിൽ ആ Vmൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നിങ്ങൾ ഇൻപുട്ട് വേരി ചെയ്യുന്നത് അല്ലേ? ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ഇവിടെ ആ VD1ൽ നേരത്തെ ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടിയിരുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പം മൾട്ടിപ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ് അച്ചീവ് ചെയ്യാൻ പറ്റും ബൈ ചേഞ്ചിങ് ദ ഫയറിംഗ് ആംഗിൾ. സോ നിങ്ങൾക്ക് IF1 ചേഞ്ച് ചെയ്തും നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സിൽ വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റും. IF1 എന്നല്ല, ഫീൽഡ് കറണ്ട്. സിമിലർലി നിങ്ങൾക്കിവിടെ ഫയറിംഗ് ആംഗിൾ ചേഞ്ച് ചെയ്തും ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ്, ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. VD1ഉം VD2ൻ്റെയും കൂടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ്. സോ ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ കേസിൽ നിങ്ങൾക്ക് മോർ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് കുറേ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡ്, ഡിസൈഡ് സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. So with this we are stopping static Cramer's system. എല്ലാവരും ലാസ്റ്റ് ക്ലാസ് സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സ്ലിപ്പ് പവർ റിക്കവറി സ്കീം കണ്ടിട്ട് മാത്രം ഇത് നോക്കുക. അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെർബിയസ് ഡ്രൈവിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.